സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. if the value of the first and third quartiles are 20 and 30 respectively, then the value of interquartile range ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇന്റർക്വാർട്ടൈൽ റേഞ്ച് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർക്വാർട്ടൈൽ റേഞ്ച് വിൽ ബി ഈക്വൽ ടു Q3 മൈനസ് Q1 ആയിരിക്കും അല്ലെ. എന്താണ് ഇവിടെ Q3? തേർഡ് ക്വാർട്ടൈലാണ് Q3 അല്ലെ. ഇപ്പൊ Q3 തന്നിരിക്കുന്നത് നമുക്ക് എന്താണ്? 30 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ Q1 തന്നിരിക്കുന്നത് എന്താണ്? 20 ആണ്. സോ 30 മൈനസ് 20 നമുക്ക് എത്ര വരും? 10 വരുന്നുണ്ടാവും അല്ലെ. സോ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? 10 ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the coefficient of correlation between two variables is minus 0.4. Coefficient of correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ R കൊണ്ടാണ് coefficient of correlation denote ചെയ്യുന്നത്. That is 0.4 ആണ് അല്ലെ. Then the coefficient of determination ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ coefficient of determination നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? R സ്ക്വയർ ആണ് നമ്മൾക്ക് coefficient of determination വരിക. ദാറ്റ് ഈസ് എന്തായിരിക്കും? മൈനസ് 0.4ന്റെ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.16 ആയിരിക്കും അല്ലെ. സോ 0.16 ഇസ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മീൻ മാർക്സ് ഓഫ് എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് ഇസ് എം. അപ്പോൾ 60 കുട്ടികളുടെ മീൻ എന്ന് പറയുന്നത്, മാർക്സിന്റെ മീൻ എന്ന് പറയുന്നത് എം ആണ്. ആൻഡ് വേരിയൻസ് ഇസ് S2. Then the mean marks of another class of 40 students is m+5 ആണ്. And variance is S2. Then capital S2, small s2 ആണ്. Identify the correct statement regarding the mean marks m and the variance S2 of all the 100 students. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ കുട്ടികളുടെ എണ്ണം അല്ലെ, നമ്മൾക്ക് N1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 60 ആണ്. അതുപോലെ N2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? രണ്ട് സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. സോ N2 is 40. ആൻഡ് x1 ബാർ എന്നവർ തന്നിരിക്കുന്നത് എന്താണ്? സ്മോൾ m ആണ്. അതുപോലെ x2 ബാർ തന്നിരിക്കുന്നതോ നമുക്ക് m+5 ആണ് എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഓൾസോ ദി വേരിയൻസ് ദാറ്റ് ഇസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്? സിഗ്മ സ്ക്വയർ ഇസ് ക്യാപിറ്റൽ S2 ആൻഡ് സ്മോൾ സിഗ്മ സ്ക്വയർ അല്ലെ. ഇവിടെയുള്ള സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ എന്നെടുക്കാം. സ്മോൾ s2 ആണ് അല്ലെ. സോ ഇതാണ് നമ്മൾക്ക് നിലവിൽ തന്നിരിക്കുന്ന ഡേറ്റാസ്. അപ്പൊ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ ക്യാപിറ്റൽ എസും സ്മോൾ എസും തമ്മിലുള്ള റിലേഷൻ അല്ലെ. ഇവിടെ സ്മോൾ എസ് ആണ്, ക്യാപിറ്റൽ എസ് അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഇത് രണ്ട് ഡിഫറെന്റ് ഡേറ്റാസ് ആണ്. സോ അതിന്റെ ടോട്ടൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് N1 x1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 ഇൻറ്റു 60, അതായത് 60 ഇൻറ്റു എം എന്ന് വരും അല്ലെ. സോ 60m പ്ലസ് 40 ഇൻറ്റു അതിന്റെ x2 ബാർ, ദാറ്റ് ഈസ് m+5 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 100 അല്ലെ. സോ ദാറ്റ് ഈസ് 60m പ്ലസ് 40m എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? ദാറ്റ് ഈസ് 100m പ്ലസ് എത്ര വരുന്നുണ്ടാവും? 40 പ്ലസ് ദാറ്റ് ഇസ് 200 അല്ലെ, ഡിവൈഡഡ് ബൈ 100. സോ നമുക്ക് ഇതിനെ രണ്ട് എണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ 100/100 ഇസ് m വരും ആൻഡ് 200/100 is 2. ദാറ്റ് ഇസ് പുതിയ എക്സ് ബാർ നമുക്ക് എന്ത് കിട്ടി? m+2 എന്ന് കിട്ടി അല്ലെ. സോ നമുക്ക് എക്സ് ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് m+2 ആണ്. അതായത് നമ്മൾക്ക് എന്ത് വന്നു? x1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ക്യാപിറ്റൽ എം അല്ലെ. ഈ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m+2 ആണ്. ദാറ്റ് മീൻസ് ദിസ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എം ആയിരിക്കും അല്ലെ. സോ നമ്മൾക്ക് എന്ത് വരും? ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരിക. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ത് ചെയ്യില്ല? നമ്മൾക്ക് അവിടെ വാല്യൂസിൽ ചേഞ്ച് വരുന്നുണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾക്ക്
മീൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അതായത് എല്ലാ വാല്യൂസിലേക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നുണ്ടാവുക? അവിടെ വാല്യൂസിൽ നമ്മൾക്ക് കറസ്പോണ്ടിംഗ്ലി മീനിലും നമ്മൾക്ക് എന്ത് ചെയ്യും? ടോട്ടൽ മീൻ പ്ലസ് അതിന്റെ കറസ്പോണ്ടിങ് ചേഞ്ച് ആയിരിക്കും ആഡ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആ സെറ്റ് ഓഫ് ഡേറ്റയിലേക്ക് നമ്മൾക്ക് എല്ലാ വാല്യൂസിനെയും നമ്മൾ ഒരേ ഈക്വൽ എമൗണ്ട് ഓഫ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല? അത് ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അതൊരിക്കലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.3 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.4 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് നമ്മൾക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? എ യൂണിയൻ ബിന്റെ ഇക്വേഷൻ നമ്മൾക്ക് അറിയാം അല്ലെ? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ബിക്ക് പകരം ആരാണ്? ബി കോംപ്ലിമെന്റ് ആണ് അല്ലെ? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഓഫ് ദിസ്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ. കാരണം എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എ മൈനസ് എ ഇന്റർസെക്ഷൻ, എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലെ? സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ അറിയാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും അറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്? 0.3 ആണ്. എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി നമ്മൾക്ക് തന്നിരിക്കുന്നത് 0 ആണ്. സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 0.3 അല്ലെ? ഇനി നമ്മൾക്ക് എന്ത് വേണം? സോറി, ഇവിടെ ബി കോംപ്ലിമെന്റ് ആണ്. എ ഇന്റർസെക്ഷൻ എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. സോ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് നമ്മൾക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 മൈനസ് 0.4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. സോ നമുക്ക് എല്ലാ വാല്യൂസും ആയി. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ദാറ്റ് ഈസ് 0.3, പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഈസ് 0.6 മൈനസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 0.3 അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 എന്ന് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ ബി is the correct answer. Next question, if a coin is tossed 3 times, then the probability of getting the head and tail are in alternate times. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി ഹെഡും ടൈലും കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ നമ്മൾക്ക് ടോട്ടൽ എത്ര പ്രോബബിലിറ്റി നമ്മളുടെ കയ്യിൽ ഉണ്ടാവും? ടോട്ടൽ 2⁻³ ആണ് അല്ലെ? സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ്, ടോട്ടൽ നമ്പർ ഓഫ് അതായത് നമ്മളെ സാമ്പിൾ സ്പേസിനകത്ത് നമുക്ക് എത്ര എലമെന്റ്സുകൾ ഉണ്ടാവും? 2 ക്യൂബ് എലമെന്റ്സ്, ദാറ്റ് ഈസ് 8 എലമെന്റ്സ് ആണ് നമ്മൾക്ക് ഉണ്ടാവുക അല്ലെ? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓൾട്ടർനേറ്റ് ഹെഡും ടൈലും. സോ ഓൾട്ടർനേറ്റ് ഹെഡും ടൈലും കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഹെഡ്, ടെയിൽ, ഹെഡ്, ഇതൊരു ഓപ്ഷൻ ആണല്ലോ അല്ലെ? പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് എന്താ? ടെയില്, ഹെഡ്, ടെയിൽ. ഈ 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡും ടൈലും വരുന്നത് ഉണ്ടാവുള്ളൂ അല്ലെ? സോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ പ്രോബബിലിറ്റി ആണ്. സോ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? 2. ഔട്ട് ഓഫ് ടോട്ടൽ ഇസ് 8. സോ 2/8 ഇസ് ഈക്വൽ ടു 1/4. സോ 1/4 ഇസ് ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ആൻസർ വരിക. Next question, there are 5 persons in a class. Each one is shaking hand with the other. Find the total number of handshakes. അപ്പോൾ ടോട്ടൽ 5 പേഴ്സൺസ് ആണ് ഒരു ക്ലാസ്സിലുള്ളത് അല്ലെ? സോ n is equal to 5 ആണ്. ആൻഡ് ഈച്ച് വൺ is shaking hand with other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണ് അവിടെ റിലേറ്റ് ചെയ്യുന്നത്? 2 പേര് അല്ലെ? ഹാൻഡ് ഷേക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. അപ്പൊ 2 പേര് തമ്മിലാണ് ഹാൻഡ് ഷേക്ക് നടത്തുന്നത്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 5 പേഴ്സൺസ് ഇൻ ദ ക്ലാസ് റൂം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 പേരെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെ? ഇത് ടോട്ടൽ നമ്പർ, സോറി പ്രോബബിലിറ്റി അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് വിൽ ബി ഈക്വൽ ടു 5C2 അല്ലെ? സോ 5C2ന്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം. സോ 5C2 വിൽ ബി ഈക്വൽ ടു 10 ആയിരിക്കും അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, എ ഗിവൺ ബി തന്നിട്ടുണ്ട് ആൻഡ് ബി ഗിവൺ എ കോംപ്ലിമെന്റ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിക്കകത്ത് നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് ദിസ് ബി ഗിവൺ എ കോംപ്ലിമെന്റ് ആണല്ലോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് ദിസ് എ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം അല്ലെ. ദിസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ആക്ച്വലി എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇനി വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബി അറിയാം, പ്രോബബിലിറ്റി ഓഫ് എ അറിയാം, എ ഇന്റർസെക്ഷൻ ബി വേണം. ഈ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, എ ഗിവൺ ബി തന്നിട്ടുണ്ട്. എ ഗിവൺ ബി എന്താണ്, 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 എന്നറിയാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്, 1/2. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 1/8 കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് 1/2 മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഇസ് 1/8 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് വിൽ ബി ഈക്വൽ ടു 4 മൈനസ് 1. സോ ദാറ്റ് ഇസ് 3/8 ഇൻറ്റു 3 മൈനസ് 1 2 വരും അല്ലെ. സോ 3/2. സോ ദാറ്റ് ഇസ് 9/8 2 16. സോ 9/16 ആണ് നമ്മൾക്ക് ഓപ്ഷൻ വരിക. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 boxes contain 10 balls which are marked 1 2 etc 10. അപ്പോൾ 2 ബോക്സ് ഉണ്ട്, 10 ബോൾസ് ഉണ്ട്. ഓരോ ബോൾസിലും എന്തുണ്ട്, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 2 3 etc 10. 1 ball is picked up from each box which is what is probability that difference between the numbers on the 2 balls is 1 is in the interval. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി, അതായത് എന്ത് ചെയ്യുന്നു, നമ്മളെ കയ്യിൽ 2 ബോക്സസ് ഉണ്ട്. 2 ബോക്സിലും 10 ബോൾസ് വീതമുണ്ട്. ഈ 10 ബോൾസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം ചെയ്തിട്ടുണ്ട് 1 to 10. ഈ 2 ബോക്സിൽ നിന്നും നമ്മൾ ഓരോ ബോൾസ് എടുക്കുകയാണ്. ഈ ഓരോ ബോൾസ് എടുക്കുമ്പോഴും അതിന്റെ ഡിഫറൻസ് നോട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഡിഫറൻസ് നോട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് 1 ആവുന്ന എത്ര എണ്ണം ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി 1 ഡിഫറൻസ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾക്ക് ടോട്ടൽ എത്ര ഉണ്ടാവും, ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്താണ്, രണ്ടിലും 10 ബോൾസ് ഈച്ച് ആണ്. സോ 10 × 10 100 പോസിബിലിറ്റീസ്, 100 പോസിബിലിറ്റി ആണ് ടോട്ടൽ പോസിബിലിറ്റീസ് ഉള്ളത് അല്ലെ. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഡിഫറൻസ് 1 കിട്ടണം അല്ലെ. സോ ഡിഫറൻസ് 1 കിട്ടുക എന്ന് പറയുമ്പോൾ ഉള്ള പോസിബിലിറ്റീസ് എന്താണ്, ഡിഫറൻസസ് 1 ആവാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ആദ്യത്തേതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, അതായത് ഡിഫറൻസ് മതി. അതായത് നമുക്ക് എന്ത് വേണ്ട, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. സോ 1 2 എന്ത് തരും, ഡിഫറൻസ് 1 തരും അല്ലെ. 2 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും, ഡിഫറൻസ് 1 തരും. അതുപോലെ 3 4 എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് 1 തരും. അതുപോലെ 4 5 എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് 1 തരും. 5 6 6 7 7 8 8 9 9 10 അല്ലെ. ഇതൊക്കെ നമുക്ക് എന്ത് തരും, ഡിഫറൻസ് 1 തരും. ഇതിന്റെയൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഉൾട്ടയായിട്ടുള്ളത് ഉണ്ടാവും. അതായത് 2 1 തരുന്നുണ്ടാവും, 3 2 തരുന്നുണ്ടാവും, എക്സെട്ര എന്ത് തരുന്നുണ്ടാവും, 10 9 തരുന്നുണ്ടാവും. സോ 1 2 3 4 5 6 7 8 and 9. സോ 9 × 2 ടോട്ടൽ നമുക്ക് എത്ര തരുന്നുണ്ടാവും, ടോട്ടൽ അവിടെ ഉള്ളത് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 18 ആണ് അല്ലെ. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫറൻസ് ഇസ് 1 അല്ലെ. സോ ഗെറ്റിംഗ് എ ഡിഫറൻസ് ഓഫ് 1 that will be equal to favorable ആയിട്ടുള്ള എത്ര എലമെന്റ്സുകൾ ഉണ്ട്, 18 എലമെന്റ്സുകൾ ഉണ്ട് ഔട്ട് ഓഫ് ടോട്ടൽ 100. സോ 18/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.18 അല്ലെ. സോ 0.18 എന്ന് പറയുന്നത് നമ്മൾക്ക്
ഏത് ഇന്റർവെല്ലിലായിരിക്കും ഉണ്ടാവുന്നത്? 1/10ന്റെയും 2/10 ഓപ്ഷൻ ബിയിലായിരിക്കും നമ്മൾക്ക് ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? Next question, the mean of a Poisson random variable x is 1/2. Then expectation of 1/x plus 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീൻ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ലാംഡ is equal to 1/2. For a Poisson random variable x following Poisson random variable ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ എന്താണ് ഇവിടെ? ലാംഡ ആണ് Poisson random variableന്റെ പാരാമീറ്റർ വരുന്നുണ്ടാവുക. സോ അതിന്റെ ലാംഡ is equal to മീൻ ആണ്. അതായത് മീൻ is equal to എന്താണ് ഇവിടെ 1/2. മീനും പോയിസൺ റാൻഡം വേരിയബിളിന്റെ മീനും വേരിയൻസും ഒക്കെ സെയിം വാല്യൂ ആണ്. സോ ലാംഡ അതൊക്കെ എന്താണ്? ലാംഡ തന്നെയാണ് അല്ലെ? സോ നമ്മൾക്ക് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് 1/x plus 1. സോ എക്സ്പെക്ടേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? എക്സ്പെക്ടേഷൻ ഈസ് നത്തിങ് ബട്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് അല്ലെ? ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എനി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? സമ്മേഷൻ ഓവർ ഓൾ ദി എക്സ് വിത്ത് എക്സ് ഇൻറ്റു കറസ്പോണ്ടിങ് പി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തായിരിക്കും? 1/, നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പി ഓഫ് എക്സ്. ഇവിടെ പോയിസൺ റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെ? സോ ദാറ്റ് ഈസ് ദി എന്താണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് divided by n factorial അല്ലെ? സോ ദിസ് is equal to summation e raised to minus lambda ഉണ്ട്, then lambda raised to lambda raised to x divided by x into x factorial into x minus 1 x plus 1 ഉണ്ട്. സോ ദാറ്റ് ഇസ് അത് എന്തായിട്ട് മാറും? എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഈ സമ്മേഷൻ എവിടുന്ന് എങ്ങോട്ടാ? സമ്മേഷൻ ഈസ് ഫ്രം എക്സ് ഇസ് ഫ്രം 0 to infinity ആണ് അല്ലെ? സോ എക്സ് ഇസ് ഫ്രം 0 to infinity e raised to minus lambda lambda raised to x divided by x plus 1 factorial. ഈ e raised to minus lambda because constant ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. സോ e raised to minus lambda ആയി. ആൻഡ് ഇവിടെ ഞാൻ എന്തെടുത്തു? e raised to minus lambda into എന്നിനെ ഞാൻ എക്സിനെ ഞാൻ എന്തെടുത്തു? എക്സിനെ ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ എക്സിനെ ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമ്മേഷൻ എവിടുന്ന് എങ്ങോട്ടായിട്ട് മാറും? 1 to infinity ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ? ഇ റേസ് ടു മൈനസ് ലാംഡ ഓൾറെഡി പുറത്താണ്. ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തെടുത്തു? എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എന്താണ് എടുത്തിരിക്കുന്നത്? എക്സ് മൈനസ് 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെ? സോ ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ആണ്. സോ ഇതിനെ എനിക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? ലാംഡ റേസ് ടു എക്സ് മൈനസ് 1നെ ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ലാംഡ റേസ് ടു 1/-1 ആണ്. സോ ദാറ്റ് ഇസ് 1 ലാംഡ. സോ എനിക്ക് ഞാൻ ആ 1 ലാംഡനെ കോമൺ പുറത്തെടുത്തു. സോ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഫ്രം 1 to infinity ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്നായി. Sorry, lambda raised to x by x factorial. This lambda raised to x by x factorial എന്ന് പറയുന്നത് summation n from 0 to infinity lambda raised to n by n factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That is e raised to lambda ആണ്. പക്ഷെ ഇവിടെ summation നമുക്ക് എവിടുന്ന് എവിടം വരെയുള്ളൂ? 1 to infinity ആണ് അല്ലെ? സോ 1 to infinity ആകുമ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? n is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് സമ്മേഷൻ 1 to infinity lambda raised to n by n factorial എന്ന് പറയുന്നത് e raised to lambda ആണ്. സോ ദാറ്റ് ഈസ് സമ്മേഷൻ n is from 1 to infinity lambda raised to n by n factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? e raised to lambda minus 1 ആണ് അല്ലെ? സോ ദാറ്റ് ഈസ് e raised to minus lambda by lambda into e raised to lambda minus 1 അല്ലെ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus e raised to minus lambda divided by lambda അല്ലെ? സോ 1 minus e raised to minus lambda by lambda എന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷന്റെ വാല്യൂ നമ്മൾക്ക് കിട്ടി അല്ലെ?
സോ നമ്മൾക്ക് ഇവിടെ ലാംഡയുടെ വാല്യൂ ഓൾറെഡി അറിയാം 1/2 ആണ് അല്ലേ. സോ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഇസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് 1/2 അല്ലേ. സോ ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2. സോ ഇ റേസ് ടു മൈനസ് 1/2 ഇസ് അപ്രോക്സിമേറ്റ്ലി എന്താണ് 0.605 ആണ്. സോ 0.605 ആവുമ്പോൾ 1 മൈനസ് 0.605 ആണ് നമുക്ക് വാല്യൂ വരുന്നത്. സോ ഇൻ ടേൺ നമുക്ക് ഇ ഓഫ് എക്സ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ഈ 2 ഇൻറ്റു 0. സംതിങ് വരുന്നുണ്ടാവും. സോ ദാറ്റ് ഇസ് ദിസ് ഇസ് ലെസ് ദാൻ 1 ഉള്ള വാല്യൂ ആയിരിക്കും നമുക്ക് 0.7 സംതിങ് ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടി. Next question, let x1 denote the number of tosses of a fair coin till the first head shows up, and let x2 denote number of tosses of the same coin till next head shows up. അപ്പോൾ x1 എന്താണ്, ആദ്യം നമ്മൾക്ക് എന്ത് കിട്ടണം, ഹെഡ് കിട്ടാനുള്ളതാണ് നമ്മൾക്ക് x1 പറയുന്നത് അല്ലേ. സോ ആദ്യം നമ്മൾക്ക് ഒരു ഹെഡ് കിട്ടി. ഇനി x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, x1 അത് ആദ്യം ഹെഡ് കിട്ടി, വീണ്ടും രണ്ടാമതും ഹെഡ് കിട്ടി. അപ്പൊ 2 ഹെഡ്സ് ആയി നമ്മൾക്ക് അല്ലെ. സോ ഇതാണ് നമ്മൾക്ക് x2 വരുന്നത്. സോ റാൻഡം വേരിയബിൾ x1 പ്ലസ് x2. ഇപ്പൊ x1 പ്ലസ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കും, നമ്പർ ഓഫ് ടോസസ് ഓഫ് എ ഫെയർ കോയിൻ ടിൽ ദി സെക്കൻഡ് ഹെഡ് ഷോസ് അപ്പ് അല്ലെ. സെക്കൻഡ് ഹെഡ് ഷോസ് അപ്പ് ചെയ്യുന്നതിന്റെ അത്രയും ആയിരിക്കും നമുക്ക് എന്ത് x1 പ്ലസ് x2 അല്ലെ. അത്രയും നമ്പർ ഓഫ് ടോസസ് ആയിരിക്കും, നമ്പർ ഓഫ് ടോസസ് ടിൽ സെക്കൻഡ് ഹെഡ് ഷോസ് അപ്പ് അല്ലെ. സെക്കൻഡ് ഹെഡ് വരുന്നതിന്റെ അത്രയും ഉള്ളതായിരിക്കും നമുക്ക് എന്ത് ഇവിടെയുള്ള x1 പ്ലസ് x2 എന്ന് പറയുന്നത് അല്ലെ. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ, ഹെഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2, കാരണം ഹെഡ് ഓർ ടെയിലേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തായിരിക്കും, ദിസ് x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, നെക്സ്റ്റ് ഹെഡ് ഷോ അപ്പ് ചെയ്യാനുള്ളതാണ് അല്ലെ. സോ നെക്സ്റ്റ് ഹെഡ് ഷോ അപ്പ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദിസ് x1 പ്ലസ് x2 എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്, അതൊരു നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ത് ഫോളോ ചെയ്യുന്നത്, ഈ x1 പ്ലസ് x2 ഫോളോ ചെയ്യുന്നത്. സോ x1 പ്ലസ് x2 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും വിത്ത് കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും, 2ഉം 1/2 ആയിരിക്കും അതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ആൻസർ വരും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.